Time entire Bengal is under the Modi tsunami. Strong Modi wave in everywhere in Bengal. The second page completed. We are confident that we have already won 6 seats out of 6. And how? കേട്ടില്ലേ, മോദി സുനാമി ഒഴുകും. ഇതെവിടെയാണെന്നറിയോ? പശ്ചിമബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, അണികളുടെ ആവേശവും ഒക്കെയാണ്. നമുക്കറിയാം പശ്ചിമബംഗാളിൽ എന്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇടതുപക്ഷം വർഷങ്ങളോളം ഭരിച്ച ശേഷം അവിടെ ഇടതുപക്ഷത്തിൻ്റെ എതിരാളിയായി തൃണമൂൽ കോൺഗ്രസ് വരികയും അവരും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പക്ഷേ അവർക്കെതിരെ അഴിമതി ആരോപണങ്ങളും കുറേ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ BJP 18 സീറ്റാണെന്ന് നേടിയത്. അതിനെ മറികടന്ന് ഇത്തവണ 35-39 പറയുന്നുണ്ട്. അതാണ് മോദി തരംഗം ഉണ്ടാകും, അത് മോദി സുനാമി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മോദി സുനാമി ഒഴുകും എന്ന് പറയുന്ന ആത്മവിശ്വാസം. അപ്പോൾ പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് ആലോചിക്കുക. ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതിയുള്ളൊരു നാട്. ഇന്ന് ഇടതുപക്ഷം ആ ചെപ്പിൽ പോലുമില്ല. ഇടതുപക്ഷം ജയിക്കുമെന്ന് ഇടതുപക്ഷക്കാർക്ക് ഒരിക്കലും ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയാത്തൊരു നാട്ടിൽ ഇപ്പോൾ അവിടെ BJP, ഇടതുപക്ഷക്കാർ എതിരായിട്ട് പറയുന്ന വർഗീയവൽക്കരണം ഉള്ള ഹിന്ദുത്വ അജണ്ടയുള്ള BJP ആത്മവിശ്വാസത്തോടെ പറയുന്നു 39 സീറ്റെങ്കിലും 35-ലധികമെങ്കിലും എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പശ്ചിമബംഗാളിനെ കൊണ്ട് എത്തിക്കണമെങ്കിൽ ഈ കഴിഞ്ഞു പോയ പാർട്ടി, ഇടതുപക്ഷ പാർട്ടികളുടെ അപജയങ്ങൾ, പാർട്ടിയുടെ തകർച്ച, പിന്നെ എന്താണ്, ഒരു തമ്പുരാനുണ്ടെങ്കിൽ ഒരു പ്രജ ഉറപ്പായും ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ തിരിച്ചടികളുണ്ടാവും. അത് തൃണമൂലിനും ആരംഭിച്ച് തുടങ്ങിയെന്ന് പറയേണ്ടി വരും. BJP അവിടെ 30-ലധികം സീറ്റ് നേടിയാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ തൃണമൂലിൻ്റെ പരാജയങ്ങൾ നമുക്ക് കേട്ടു തുടങ്ങാം. തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ആജ്ഞയെ കണക്ക് നിൽക്കുകയാണ്. അതിന് തിരിച്ചടികൾ വരാനുള്ള സാധ്യതയാണ് BJPയുടെ ഈ തരംഗം, അല്ലെങ്കിൽ BJPയുടെ അവിടുത്തെ ഉയർച്ച. നമുക്കറിയാം പശ്ചിമബംഗാളിലെ ഇടതുപക്ഷത്തിൻ്റെ ഓഫീസ് പോലും ഒരു പ്രാവശ്യം ഒറ്റയടിക്ക് എല്ലാം മാറി BJPയുടെ ഓഫീസായ ചരിത്രം. പശ്ചിമബംഗാളിൽ ഇടതുപക്ഷക്കാരെല്ലാം BJPക്കാരായി. അപ്പോൾ ഇനി വരാൻ പോണ പൂരം എന്ന് പറയുന്നത് തൃണമൂലിനെയും അട്ടിമറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പിലും BJP അധികാരത്തിൽ കയറാനുള്ള സാധ്യതയാണ് പറയേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ കണക്ക് ഏതൊരു തമ്പുരാനെയും വെട്ടി വീഴ്ത്താൻ പോകുന്ന മറ്റൊരു തമ്പുരാൻ സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെ പറയണം. അതാണ് BJPയുടെ ഉയർച്ച എന്ന് പറയേണ്ടത്. അതായത് ഉയർത്തെഴുന്നേൽപ്പ്. BJP അപ്രസക്തമാകും എന്ന് പറയുന്ന പാർട്ടിയിലെ ആൾക്കാരാണ് ഇടതുപക്ഷവും. നമുക്കറിയാം ത്രിപുരയിൽ ഇതേ ആണ് സംഭവിച്ചത്. ത്രിപുരയിൽ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ത്രിപുരയൊക്കെ ഇന്ന് BJP കയ്യാളി കഴിഞ്ഞു. പശ്ചിമബംഗാൾ, ഇനി ഈ കേരളം നമ്മൾ പറയുമ്പോൾ ഇത് എടുത്തു പറയേണ്ടതാണ്. കേരളത്തിലും ഒരു സമയത്ത് ഇതിനുള്ള സാധ്യത വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ ജയരാജൻ വിഷയങ്ങളും പത്മജ വേണുഗോപാലിനടക്കമുള്ളവർ അങ്ങോട്ട് പോയതും കുറേ അധികം നേതാക്കൾ ഒലിക്കാൻ തുടങ്ങി എന്ന് പറയാം. മാനസികമായിട്ട് ഒലിച്ച് നിൽക്കുന്ന കോൺഗ്രസിലെയും ഇടതുപക്ഷത്തിലെ ആൾക്കാരും ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. വരാൻ പോണ പൂരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല.